ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മഹദിയായ ആയിഷ ബീവിയും തമ്മിലുള്ള കുടുംബ ജീവിതത്തിന്റെ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. ഒരു ദിവസം വജറാ ബൈനഹാ വബൈനഹു കലാം, ആയിഷ ബീവിക്കും നബി തങ്ങളുടെയും ഇടയിൽ ഒരു ദിവസം ചർച്ചയുണ്ടായി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും. അതിന്റെ തെളിവാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും, സംസാരമുണ്ടാകും. പക്ഷെ എങ്ങനെയായിരിക്കണം ആ സംസാരത്തെ നാം അതിജയിക്കേണ്ടത്? ഒരു ദിവസം ആയിഷ ബീവിയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ചർച്ചയിലാണ്. ശബ്ദകോലാഹലം, വഴക്കുണ്ടായി. വജറാ ബൈനഹാ വബൈനഹു കലാം, രണ്ടുപേര് സംസാരം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോ നബി തങ്ങൾ തീരുമാനിച്ചു, നിന്റെ ഉപ്പയെ ഇപ്പൊ ഞാൻ വിളിപ്പിക്കും. നിന്റെ ഉപ്പയെ ഇപ്പൊ വിളിപ്പിക്കും. ആരാ ഉപ്പ? അബൂബക്കർ സിദ്ദീഖ്. ഹത്താ അദ്ഖലാ ബൈനഹുമാ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആളിനെ വിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാ. ഹകമൻ, വിധി നിർണയം നടത്താൻ. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. ഇവർക്ക് രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ ആരാ വരുന്നത്? ആയിഷ ബീവിയുടെ ഉപ്പ വരികയാണ്. അവർക്കിടയിൽ അബൂബക്കർ കടന്നു വരികയാണ്. ഹകമൻ, ജഡ്ജിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, തുകല്ലിമീന ഔ അതകല്ലമു. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പത്നിയുമായുള്ള വഴക്കിൽ, ശണ്ടകൂടലിൽ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്, നീ സംസാരിക്കണോ അതോ ഞാൻ സംസാരിക്കണോ? ചോദ്യം നോക്കണേ, എത്ര മാന്യമായ രീതിയിലല്ലേ. പെണ്ണെ, നിന്റെ ഉപ്പ വന്നിട്ടുണ്ട്, തുകല്ലിമീന ഔ അതകല്ലമു, നീ സംസാരിക്കണോ അതോ ഞാൻ സംസാരിക്കട്ടെയോ? ആയിഷ ബീവി പറഞ്ഞ വാക്ക് കേട്ടോ, നല്ലപോലെ ശ്രദ്ധിച്ചോണം. തകല്ലം ബൽ തകല്ലം അൻത, ഇല്ല നിങ്ങൾ സംസാരിച്ചോളി, നിങ്ങൾ പറഞ്ഞോളി. എന്നിട്ട് ശേഷം ആയിഷ ബീവി ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, വലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, നമുക്കിടയിൽ നടന്ന സത്യം മാത്രമേ പറയാവൂ, ഇല്ലാത്തതൊന്നും കൂട്ടി പറയരുതേ. ആരുടെ മുഖത്ത് നോക്കിയിട്ടായി പറയണത്? നമ്മളെ പോലുള്ള സാദാ സീത ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ ഈ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങൾ സംസാരിച്ചു കൊള്ളുക, പക്ഷേ വലാ തഖുൽ ഇല്ലാ ഹഖ്ഖാ, സത്യം മാത്രമേ പറയാവൂ. അബൂബക്കർ സിദ്ദീഖിന് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പെരുത്തു വരികയും അബൂബക്കർ സിദ്ദീഖ് അടിക്കുകയും ഹത്താ ദുമിയ ഫിഹാ, അവളുടെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് രക്തമൊലിക്കുകയും സ്വന്തം മകളുടെ കർണപുടത്തിന് ഒരൊറ്റ അടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പിതാവ്. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് ഫഖാല പറഞ്ഞു, യാ ഉദയ്യതു നഫ്സഹ, തന്റെ ശരീരത്തെ നശിപ്പിച്ച പെണ്ണെ, അവ യഖൂലു ഗൈറൽ ഹഖ്, ഇരിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞോ? ലോകത്തിന്റെ നായകൻ, സത്യം ലോകത്ത് വിളിച്ചോതാൻ വന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, ഈ ഹബീബായ തങ്ങൾ കള്ളം പറയുമെന്നോ? എന്ത് വിഡിത്തമാണ് നീ വിളിച്ചു പറയുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി അടിച്ച അടിയിൽ വായിൽ നിന്ന് രക്തമൊലിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിതാവാണ്. ബഹുമാനപ്പെട്ട നബിയും തന്റെ ഭാര്യയുമായ ആയിഷയുമായിട്ട് ശണ്ടേല വഴക്കിലാണ്. അബൂബക്കർ വാപ്പ മകളെ അടിച്ചു. ഫസ്തജാറത ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വന്ന് ആയിഷ ബീവി സഹായത്തിനു വേണ്ടി അഭയം തേടി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉപ്പ മകളുടെ സാന്നിധ്യത്തിൽ, മരുമകന്റെ സാന്നിധ്യത്തിൽ മകളെ അടിച്ചാലും ആ മകൾ സഹായത്തിന് പോകുന്നത് ഉപ്പയോടോ ഉമ്മയോടോ ആയിരിക്കും, ഭർത്താവിനോട് പോലെ. കാരണം എന്താ? ഭർത്താവോട് വഴക്കല്ലേ, പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാഗത്ത് നിന്ന് അടി കിട്ടൂലേ? ഈ ആയിഷ ബീവി നബി തങ്ങളുമായുള്ള ബന്ധം സുദൃഢമാണ് എന്നതിന്റെ തെളിവാണ്. സ്വന്തം പിതാവ് ആയിഷ ബീവി അടിക്കുകയും വായിൽ നിന്ന് രക്തമൊലിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് അഭയം തേടി.
നബിയിന റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിന് പിറകിൽ വന്ന് ഒളിച്ചിരുന്നു ആയിഷ ബീവി. ശേഷം നബിയിന റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ നോക്കിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ ലം നദ്ഉക ഹാദാ വലം അർദ്നാ മിൻക ഹാദാ. നിങ്ങളിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, നിങ്ങളെ ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല. വണ്ടി വിട്, വണ്ടി വിട്. നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഉപ്പ വന്ന് അടിച്ചാൽ കൊടുക്ക് അമ്മോശൻ, അമ്മോശൻ തന്നെ വിളിക്കണം. മാമാന്ന് പറയൂല, അമ്മോശൻ അല്ലെ, കൊടുക്ക് അമ്മോശൻ, നല്ലപോലെ കൊടു. ഞാൻ മട്ടൻ ബിരിയാണി വാങ്ങി തരാം, കൊടു, രണ്ടെണ്ണോടെ കൊടു, നല്ല അടി കൊടു, അതല്ലേ പറയുള്ളൂ. നബീന റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? ലം നദ്ഉക ഹാദാ, ഞങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ വിളിച്ചു, ഈ പെണ്ണിനെ അടിക്കാൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല. വലം ഔരിദ്നാ മിൻക ഹാദാ വലം നുരിദ്നാ മിൻക ഹാദാ, ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇങ്ങനെ അടിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ചിരിച്ചു, സന്തോഷിച്ചു. നബിയെ, ഞാൻ ഒരു മണ്ടിപ്പെണ്ണ് എന്തെങ്കിലും ഒന്ന് കാട്ടിയതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലോ? എന്നാലും അവിടെ അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ തലോടുകയാണ് ചെയ്തത്. ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള രഹസ്യം ഉപ്പാന്റെ മുന്നിൽ പരസ്യപ്പെടുത്താൻ ആ കുടുംബം തയ്യാറായില്ല. ഇതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി തങ്ങളെ വഖാലത്ത് മറത്തൻ ഉഖ്റാ ഫീ കലാമിൻ ഗളബത്, അവൾ ദേഷ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, അൻതല്ലദീ തസ്അമു അന്നക നബിയുല്ലാഹ്, ഓ നിങ്ങളുടെ പത്രാസ് കണ്ടാൽ നിങ്ങൾ അങ്ങ് നബിയാണെന്നുള്ള പത്രാസിൽ നിങ്ങൾ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൂടാവുകയാണ് നബിയോട്, ഒരു ഭാര്യ ഭർത്താവിനോട്. അപ്പോൾ ഭർത്താവ് ഏത് കോലത്തിലായിരുന്നു? ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അതൊക്കെ പുഞ്ചിരിച്ചോളൂ. നബിയുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞ, നിങ്ങളുടെ പത്രാസ് കണ്ടാൽ നബിയാന്നുള്ള പവർ കൊണ്ടിട്ട് നിങ്ങൾ അങ്ങനെയോട് ചൂടാവണേ. നമ്മളടുത്ത് പറയില്ലേ, ഓ നിങ്ങൾ വലിയ എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾക്ക് വലിയ ഒരു 100 ഏക്കർ വസ്തു കാണും കേട്ടോ, നിങ്ങൾക്ക് ഇപ്പോൾ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങളുടെ സ്വന്തം പേർക്കുള്ളവർക്ക്, എന്നോട് നിങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല എന്ന് ഒരു ഭാര്യ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ പല്ല് കാണുവോ വായില്? നമ്മുടെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുക, ആയിഷ ബീവി അൻതല്ലദീ തസ്അമു അന്നക നബിയുല്ലാഹ്, നിങ്ങൾ വലിയ നബിയാണെന്നുള്ള പവറിൽ എന്നോട് ചൂടാവരുത് കേട്ടോ. നബിയുന റസൂൽ തങ്ങൾ ഫതബസ്സമ, പുഞ്ചിരിച്ചു. അവിടെ പുഞ്ചിരിക്കാതെ തിരിച്ചടിക്കാൻ നിന്നാൽ ആ കുടുംബ ബന്ധം എന്തായിരിക്കും? ഒരു ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് ചൂടായെന്നും പറഞ്ഞിട്ട് ഓളെ എടുത്തിട്ട് അങ്ങനെ അടിക്കലല്ല വേണ്ടത്. നമ്മൾ കല്ലി വല്ലി ഇത്തിരിയൊക്കെ മണ്ടി പെണ്ണ്. മറ്റൊരു സംഭവം പറയട്ടെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട അവിടുത്തെ മാതാവിന്റെ സവിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ ഒരടി, വദഫഅത് ഫീ സദ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ ഒരടി അടിച്ചവ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫസബറത്ഹാ ഉമ്മുഹാ. ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ് ആയിഷ ബീവിയെ ശകാരിക്കുകയാണ് ചെയ്തത്. ഫസബറത്ഹാ ഉമ്മുഹാ, എടി പെണ്ണെ, നീ ആരുടെ നെഞ്ചിലടിച്ചത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിൽ അടി കൊടുത്ത ആയിഷ ബീവി. അടിക്കാന്ന് പറഞ്ഞാൽ അവരുടെ വേദനിപ്പിച്ചിട്ടല്ല, ഒരു തെള്ള് അല്ലെങ്കിൽ ഒരു അമർത്ത്, ഒരു നെക്ക് അങ്ങനെ കൊടുക്കുക. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആയിഷ ബീവിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചപ്പോൾ, ശകാരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അവളെ വിട്ടേക്കണം, അവളെ ഒന്നും പറയരുത്, അവളെ വേദനിപ്പിക്കരുത്, അവളെ പഴിക്കരുത്.